ഗ്രൂപ്പ് മാത്രം. എനിക്കറിയുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതായത് പുറത്തുനിന്നുള്ളവരായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു മീഡിയ അല്ല. ഇതിലൊന്ന് ഓർക്കുട്ടിൽ നോക്കി, മൈസ്പേസ് നോക്കി. അപ്പോൾ അതിലൊന്നൊരു കമ്മ്യൂണിറ്റി ഇല്ല. ഓർക്കുട്ടിലൊന്ന് തുടങ്ങി. ആദ്യം ഉണ്ടായിരുന്ന പേര് മല്ലൂസ് ഇൻ സിംഗപ്പൂർ എന്നായിരുന്നു. പിന്നെ ആദ്യത്തെ കുറച്ച് മെമ്പേഴ്സാണ് ഷിജിൻ, ഷിബിൻ. അവരിപ്പോൾ വരുന്നേ ഉള്ളൂ. ബിരിയാണിയും കൊണ്ടുവരും. പിന്നെ വേറെ കുറച്ച് പേരുണ്ടായിരുന്നു. അവരിപ്പോൾ ഇല്ല ഇവിടെ. പിന്നെയാണ് അരുൺ വന്നു, വിനു, പിന്നെ ഒരു കൊല്ലത്തിന് ശേഷം ഹരീഷ് വന്നു, അനൂപ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആദ്യം കുറേ ഗാദറിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്ഥിരം മുഖങ്ങളായിരുന്നു, ഒരു 7-8 പേര് മാത്രം. ഞങ്ങൾ ഏറ്റവും ആദ്യത്തെ ഗാദറിംഗ് അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല, ഷാർക്കിയിൽ വെച്ചിട്ടായിരുന്നു. പിന്നെ രണ്ടാമത്തേത് അവിടെ HSBC ട്രീ ടോപ്പ്. ആ സമയത്ത് ഒരു 7-8 പേരുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള മെമ്പേഴ്സിനെ ഇൻവോൾവ് ചെയ്യാൻ നോക്കുന്നു. ആരും വരുന്നില്ല. ബിരിയാണി ഐറ്റം പരീക്ഷിച്ചു. ഇതിനു മുന്നേ ഒരു നല്ല ഗ്യാതറിംഗ് എന്ന് പറഞ്ഞാൽ സിസ്റ്റേഴ്സ് ഐലൻഡിൽ കഴിഞ്ഞ ഒക്ടോബറിൽ നടത്തിയത്. കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു. ആ സമയത്ത് ഫാമിലീസായിട്ട് അന്ന് രാജി കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ ജോഷി ചേച്ചി ഫാമിലി ഉണ്ടായിരുന്നു. പിന്നെ ഒരു നിഷ പറഞ്ഞൊരു കക്ഷി ഉണ്ടായിരുന്നു, അവരുടെ ഫാമിലി. അന്ന് ഒരു 2 പ്രൈവറ്റ് ബോട്ടൊക്കെ ബുക്ക് ചെയ്ത് സിസ്റ്റേഴ്സ് ഐലൻഡിൽ പോയി. അവിടെ ഒരു സെക്ലൂഡഡ് ഏരിയ ആണ്. ഞങ്ങൾ മാത്രം ഐലൻഡിൽ കുറച്ച് കസ്റ്റംസിൻ്റെ പോകും. നല്ലൊരു ഗ്യാതറിംഗ് ആയിരുന്നു. അങ്ങനെയാണ് രോഷി ചേച്ചിൻ്റെ ബീഫ് പ്രിപ്പയർ ചെയ്യുന്ന കഴിവ് അറിഞ്ഞത്. ഫുഡ് കംപ്ലീറ്റ് ആ 2 ഫാമിലീസ് ആയിരുന്നു കൊണ്ടുവന്നത്. കഴിഞ്ഞ ഗാദറിങ്ങിനെ കുറിച്ച് പറയായിരുന്നു. അങ്ങനെയാണ് രോഷി ചേച്ചിന്റെ ബീഫ് കലാപരിപാടിയെ കുറിച്ച് അറിഞ്ഞത്. അന്ന് ആ ബീഫ് ഹിറ്റായി. അതാണ് ഇപ്പോൾ ഇവിടെ വീണ്ടും എത്തിയത്. പിന്നെ ഇവിടെ പണ്ടൊരു സ്റ്റുഡൻറ് സൂയിസൈഡ് ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു. ഒരു കൊല്ലം, 1.5 കൊല്ലം. ടിപിയിലാണോ? സൽജു. അതെ, മലയാളി. എന്തോ ഫൈനാൻഷ്യൽ പ്രോബ്ലം എന്തോ വീട്ടിലുണ്ടായി, അങ്ങനെ എന്തോ അല്ല. ഓക്കെ, എന്തായാലും അങ്ങനെ ഒരു മരിച്ചിട്ട് പിന്നെ ബോഡി കൊണ്ടുപോകാനൊക്കെ തന്നെ അവർ കുറേ ബുദ്ധിമുട്ടി. ഫണ്ടൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ സ്റ്റുഡൻസിന് എല്ലാവർക്കും SMS ഒക്കെ അയച്ച് അങ്ങനെ കുറേ പേര് സഹായിച്ചു. അങ്ങനെയാണ് ബോഡി കൊണ്ടുപോയത്. ഇവിടുത്തെ ഒരു ഒഫീഷ്യൽ എന്തായാലും ഇന്ത്യയുടെ എന്താണെന്നുള്ള ഐറ്റം എംബസി. എംബസി ഓർഡർ അപ്പം അവരൊന്നും യാതൊരു വിധത്തിൽ സഹായിച്ചില്ല. അപ്പം ഇങ്ങനൊരു ഇഷ്യൂ വന്നായിരുന്നു. നമുക്കൊരു നല്ല എല്ലാവരും പരസ്പരം അറിയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. നമ്മളെല്ലാവരും സഹായിക്കാൻ കഴിഞ്ഞാൽ എല്ലാവരും ഒരു $10 ഇട്ടാൽ തന്നെ നല്ലൊരു എമൗണ്ട് നല്ലൊരു സിറ്റുവേഷൻ വന്നാൽ അതന്നെ. ഇപ്പോൾ MIS തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി വലുതാവട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഗ്യാതറിങ് എല്ലാവരും സഹായിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല കാര്യം. വേറെ വല്ല ഉദ്ദേശങ്ങളുണ്ട് ഭാവിയിലൊരു ഉദ്ദേശം വെച്ചാൽ ഇപ്പം എന്തായാലും എല്ലാവരും 4th ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഗൂഗിൾ ഏതായാലും ഓർക്കുട്ടിൽ അഡ്വർടൈസ്മെൻ്റ് ഒന്നും വെച്ചിട്ടില്ല. അപ്പോൾ അതിൽ എനിക്ക് അഡ്വർടൈസ്മെൻറ്റ്സ് ഇൻസേർട്ട് ചെയ്താലോ എന്നൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് റവന്യൂ വരും. അതൊരു ഫണ്ട് പോലെ ചെയ്താൽ ചെറിയ റവന്യൂ ഉണ്ടാവുള്ളൂ. എന്നാൽ കൂടി അതൊരു ഫണ്ട് പോലെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ആവശ്യങ്ങൾ വരുമ്പോൾ ഉപയോഗിക്കാൻ കഴിയും. ചെറിയ എമൗണ്ട് ആണെങ്കിലും ഇങ്ങനത്തെ കേസസ് വളരെ കുറച്ച് വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ആ ടൈമിൽ യൂട്ടിലൈസ് ചെയ്യാവുന്ന ഒരു പ്ലാൻ ഉണ്ട്. അതും കൂടി ചെയ്യും. അതാണ് മോഡറേറ്റ്.
മോഡറേറ്റേഴ്സ് ഇപ്പം ശ്രുതി ഉണ്ട്, അല്ല ഷിജിനും ഷിബിനും വരുന്നുണ്ട്. ഷിബിന് ഇപ്പോൾ പുറത്താക്കും, കല്യാണം കഴിഞ്ഞോണ്ട് അവന് തീരെ വരുന്നില്ല ഓർഫിട്ടിൽ. പിന്നെ അനിലിനെ ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവനെയും സാറാണ്. അനിൽ നല്ല രീതിയിൽ മോഡറേഷൻ ചെയ്യുന്നുണ്ട്. അടുത്ത മെസ്സേജ്. പിന്നെ ഹരീഷ് മോഡറേറ്ററാണ്. ഇതൊക്കെയാണ് കമ്മ്യൂണിറ്റി മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ഘടകങ്ങൾ. പിന്നെ മോഡറേറ്റേഴ്സ് സംസാരിക്കട്ടെ. സീനിയോറിറ്റി വൈസ് ഹരീഷ്, ശ്രുതി, അനിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ. ഞാൻ പറഞ്ഞു, വേറെ അധികം പറയാനൊന്നുമില്ല. പിന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് കുറച്ച് ഗെറ്റ് ടുഗദറൊക്കെ ഉണ്ടെങ്കിൽ അതൊരു നല്ലതായിരിക്കും. പക്ഷേ എപ്പോഴും ഗെറ്റ് ടുഗദറിനെ സ്ഥിരം കാണുന്ന കുറച്ച് മുഖങ്ങൾ മാത്രമേ കാണാറുള്ളൂ. ഇപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ഡിഫറൻ്റ് കുറച്ച് ആളുകളൊക്കെ കൂടി വരുന്നത്. നല്ലത്. പിന്നെ ഇപ്പോൾ ഈ അടുത്തായിട്ട് ഒരുപാട് ജോയിനിങ് റിക്വസ്റ്റൊക്കെ വരുന്നുണ്ട്. മീൻസ് പുതിയ ഒരുപാട് പേര് ജോയിൻ ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്തവരൊക്കെ ഇൻട്രൊഡക്ഷനിൽ മാക്സിമം പോസ്റ്റ് ചെയ്യും, പിന്നെ കാണില്ല. എന്തോ അപ്രോച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മെസ്സേജിങ് കണ്ട് ഇതൊക്കെ LKG കുട്ടികളുടെ കളിയാണെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ജോയിൻ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു ഇൻട്രൊഡക്ഷൻ ത്രെഡിൽ എന്തെങ്കിലും ഇൻട്രോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവർക്കും റിക്വസ്റ്റ് കൊടുക്കാറുണ്ട്. ബട്ട് അതില്ലാത്ത വളരെ കുറച്ച് പേരെ വന്ന് ഇൻട്രൊഡക്ഷൻ ചെയ്യാറുള്ളൂ. പിന്നെ ഇൻട്രൊഡക്ഷൻ തന്നവർ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണാറില്ല. സോ ആകെ ഇപ്പോൾ ഈ ഇത്ര 35 പേരിൽ തന്നെ കുറച്ച് പേരല്ലേ ഉള്ളൂ നമുക്ക് ആക്റ്റീവ്. എല്ലാവരുടെയും ഇത് മനസ്സിലാവും ബിസിയാണെന്ന്. ബട്ട് കുറച്ചും കൂടി എല്ലാവരും നല്ലപോലെ ആക്റ്റീവ് ആക്കാൻ നമുക്ക് ഇനിയും നമ്മുടെ കമ്മ്യൂണിറ്റി വലുതാക്കാം. പിന്നെ ഈ അവസരത്തിൽ എനിക്കൊരു സോറി പറയാനുണ്ട്. കാരണം ഞാൻ റിക്വസ്റ്റ് തന്നിട്ട് ആക്സെപ്റ്റ് ചെയ്യണവരെല്ലാവരും വെൽക്കം മെസ്സേജ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ആരെയും ഞാൻ സ്ക്രാപ്പ് ചെയ്യാറില്ല. ആ സ്ക്രാപ്പ് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ ചെയ്തേക്കണം. വളരെ അത് റെന്റൽ ത്രെഡില്